പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ട്രഡീഷണൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രഡീഷണലായി ഫോളോ ചെയ്യാറുള്ള 4 അപ്രോച്ചുകളെ പറ്റിയാണ് പറയുന്നത്. മോഡേൺ അപ്രോച്ച് പിന്നീട് നമ്മൾ പഠിക്കും. അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വേ ഓഫ് സ്റ്റഡിങ് എ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. ട്രഡീഷണൽ അപ്രോച്ചസിനെ നമുക്ക് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4: ഫിലോസഫിക്കൽ അപ്രോച്ച്, ഹിസ്റ്ററിക്കൽ അപ്രോച്ച്, ലീഗൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അതിൽ ഫസ്റ്റ് വൺ ഫിലോസഫിക്കൽ അപ്രോച്ച്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഫിലോസഫിക്കൽ അപ്രോച്ച്. ആൻഡ് എങ്ങനെയായിരിക്കും അപ്പം ഈ അപ്രോച്ച് തുടങ്ങിയത്? ഓൾഡസ്റ്റ് അപ്രോച്ച് ആണെങ്കിൽ തീർച്ചയായും ഗ്രീക്ക് ടൈമിലായിരിക്കും. ദ എമർജൻസ് ഓഫ് ദിസ് അപ്രോച്ച് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ ടൈംസ് ഓഫ് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും കാലഘട്ടത്തിലാണ് ഈ അപ്രോച്ച് തുടങ്ങുന്നത്. ഏൻഷ്യൻ ടൈംസിലും മിഡീവൽ ടൈംസിലും അത് യൂസ് ചെയ്തിരുന്നു. ബട്ട് മോഡേൺ ടൈംസിൽ റെയറായിട്ട് ചില ഫിലോസഫേഴ്സ് യൂസ് ചെയ്തിരുന്നു. അത്തരത്തിലൊരു ഫിലോസഫറുടെ പേരാണ് ലിയോസ്ട്രോസ്. Leon-Strauss was one of the main advocates of philosophical approach in modern times. Ancient times, beginning with the time of Plato and Aristotle, modern times, Leon-Strauss was a main advocate of philosophical approach. And they believed that values cannot be separated from the study of politics. Value-based study ആണ് ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്. വാല്യൂ ബേസ്ഡ് സ്റ്റഡി. വാല്യൂസാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. വാല്യൂസ് കാനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്, റൈറ്റ്, റോങ്, ഗുഡ്, ബാഡ് ഇത്തരത്തിലുള്ള മൂല്യത്തിൽ അധിഷ്ഠിതമായ പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ഫിലോസഫിക്കൽ അപ്രോച്ചുകാർ വിശ്വസിച്ചിരുന്നത്. Their main concern is to judge what is good or bad in any political society. ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ എന്താണ് നല്ലത്, എന്താണ് ചീത്ത, ഇത്തരം കാര്യങ്ങളാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് ഉപയോഗിച്ച് പഠിച്ചിരുന്നത്. ഇറ്റ്സ് മെയിൻ കൺസേൺ ഈസ് ടു ജഡ്ജ് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് ഇൻ എനി പൊളിറ്റിക്കൽ സൊസൈറ്റി. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ്, സിറ്റിസൺസ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എക്സെട്ര. സ്റ്റേറ്റിനെ പറ്റിയും സിറ്റിസണിനെ പറ്റിയും റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഫിലോസഫിക്കൽ അപ്രോച്ച് പഠിച്ചു. ഓൾ സ്റ്റഡീഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ വാല്യൂസ് ആൻഡ് നോംസ്. അതാണ് ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഇസ് റിഗാർഡ് ആസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് and its emergence can be traced back to the time of Plato and Aristotle. During the modern times, Leon-Strauss was one of the main advocates of philosophical approach. They believed that values cannot be separated from the study of politics. And its main concern is to judge what is good or what is bad in any political society. ഓക്കെ, അടുത്ത അപ്രോച്ച് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എഴുതുമ്പോൾ ഇത്ര മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയിലും പഠിച്ച റിലേഷൻഷിപ്പും നമുക്കിവിടെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചായിട്ട് എഴുതാവുന്നതാണ്. അതായത് ഓരോ പൊളിറ്റിക്കൽ തിങ്കറിൻ്റെയും ലൈഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർട്ടിക്കുലർ ഈവൻറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹിസ് തിങ്കിങ് ഓർ ഹിസ് ലിവിങ് പീരീഡ്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൽ ഇറ്റ് എംഫസൈസസ് the study of history of every political reality to analyze the political situation. എന്താണ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ ആ ടൈമിൽ അന്ന് നടന്ന ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്ന പൊളിറ്റിക്കൽ ഈവൻറ്റ്സ് പഠിക്കുന്ന രീതിയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എഴുതാം. ഒപ്പം ഏതൊക്കെ തിങ്കേഴ്സാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തിരുന്നതെന്ന്. മാക്കിയാവെല്ലിയുടെ സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ MACHIAVELLI. മാക്കിയാവെല്ലി ഒരു ഇമ്പോർട്ടൻ്റ് തിങ്കർ മാക്കിയാവെല്ലി. പിന്നെ ഒരാൾ ഹെൻറി മെയിൻ, HENRYMAINE. മറ്റൊന്ന് സബൈൻ, SABINE. മറ്റൊരാൾ ഡണ്ണിങ്, DUNNING, ഡണ്ണിങ്. ഇവരെല്ലാം പൊളിറ്റിക്സും ഹിസ്റ്ററിയും
എന്താണ് ഇൻട്രിക്കേറ്റ്ലി റിലേറ്റഡ് ആണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അതർവൈസ് ദീസ് തിങ്കേഴ്സ് സ്റ്റഡീഡ് പൊളിറ്റിക്കൽ സയൻസ് ഓൺ എ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. പൊളിറ്റിക്കൽ സയൻസ് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ പഠിച്ചിരുന്ന തിങ്കേഴ്സാണ് മാക്കിയാവെല്ലി, ഹെൻറി മെയിൻ, സബെയിൻ, ഡണ്ണിങ്. This approach believed that the ideology of every political thinker is shaped by the surrounding environment. This approach believed that the ideology of every political thinker, ഒരു പൊളിറ്റിക്കൽ തിങ്കറിൻ്റെ ഐഡിയാസ് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ഇറ്റ്സ് സറൗണ്ടിങ് എൻവയോൺമെൻറ്റ്. ഇനി മൂന്നാമത്തെ അപ്രോച്ച് ലീഗൽ അപ്രോച്ച്. ലീഗൽ അപ്രോച്ചിൽ എന്താണ്? ഇറ്റ് റിഗാർഡഡ് സ്റ്റേറ്റ് ആസ് ദ ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ ഫോർ ദ ക്രിയേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോസ്. ലീഗൽ അപ്രോച്ച് ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സ്റ്റേറ്റ്, ഹൗ ദ സ്റ്റേറ്റ് ഈസ് ഫോമിങ് ലോസ് ഓർ ഹൗ ദ സ്റ്റേറ്റ് ഈസ് മേക്കിംഗ് ലോസ്, അതിനെ പറ്റിയാണ് ലീഗൽ അപ്രോച്ച് ബേസ് ചെയ്ത് പഠിച്ചിട്ടുള്ളവർ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ലീഗൽ പ്രോസസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ലീഗൽ അപ്രോച്ച് ഈസ് കൺസേൺഡ് വിത്ത് ലീഗൽ പ്രോസസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ലോ ബേസ്ഡ് അപ്രോച്ചിനെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലീഗൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ലീഗൽ പ്രോസസ്. ഗവൺമെൻറ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിൻ്റെ എല്ലാം ലീഗൽ പ്രോസസ്സിനെയാണ് നമ്മൾ ലീഗൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഇറ്റ് ഡീൽസ് വിത്ത് ലെജിസ്ലേച്ചർ. ഇവിടെ എക്സിക്യൂഷൻ എന്നാണ് കുട്ടി നോട്ടിൽ എഴുതിയേക്കുന്നത്, അങ്ങനെയല്ല. ഡീൽസ് വിത്ത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയും ആഴത്തിൽ പഠിക്കുന്നു. ഇതിൻ്റെ മെയിൻ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് ഏൻഷ്യൻ തിങ്കേഴ്സുമുണ്ട്, മോഡേൺ തിങ്കേഴ്സുമുണ്ട്. ആൻഡ് എമംഗ് ദ ഏൻഷ്യൻ തിങ്കേഴ്സ് അരിസ്റ്റോട്ടിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടർ. മോഡേൺ തിങ്കേഴ്സിൽ വരുന്നവർ ജെയിംസ് ബ്രൈസ്, JAMESBRYCE, ജെയിംസ് ബ്രൈസ്, ബെയ്ഗ് ഹോട്ട്, BAGEHOT, ബെയ്ഗ് ഹോട്ട് ഉണ്ട്, ജെയിംസ് ബ്രൈസ് ഉണ്ട്, ലാസ്കി, ഹിസ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ തിങ്കർ. ലാസ്കി, അപ്പം ബെയ്ഗ് ഹോട്ട്, ലാസ്കി, ജെയിംസ് ബ്രൈസ്, ദീസ് ആർ ദ മോഡേൺ തിങ്കേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രക്ചറൽ അപ്രോച്ച്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രക്ചറൽ അപ്രോച്ച്. ഇറ്റ് സ്റ്റഡീസ് എബൌട്ട് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ്റിനെ ഡീമെറിറ്റ് ചെയ്ത് ലോ മേക്കിംഗ് പ്രോസസ്സ് മാത്രമാണ് ലീഗൽ അപ്രോച്ചിൽ പഠിച്ചിരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ഗവൺമെൻറ്, പല ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. ഡെമോക്രസി, മൊണാർക്കി, ഒലിഗാർക്കി. മൊണാർക്കി എന്ന് പറയുമ്പോൾ കിങ് ബേസ്ഡ്, ഒലിഗാർക്കി എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ആ ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്, അത്തരം ഗവൺമെൻറ്റുകളുടെയൊക്കെ മെറിറ്റും ഡീമെറിറ്റും എല്ലാം നമ്മൾ പഠിക്കുന്നത് ഏത് അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് 4 ട്രഡീഷണൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ അപ്രോച്ച്, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ലീഗൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രക്ചറൽ അപ്രോച്ച്. ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഇത്രയായപ്പോൾ ഇതിൻ്റെ ബേസ് കാര്യമാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിലായി ഞാൻ തന്നിട്ടുള്ള ടെസ്റ്റ് നോക്കി ഇത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിരുന്ന ഒരു ടെക്സ്റ്റ് ആയിരുന്നു. ആരെങ്കിലും വായിച്ചോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതിലൊരു 86 ശേഷം ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് പൊളിറ്റിക്സ് പറയുന്നുണ്ട്, നേച്ചർ പറയുന്നുണ്ട്, അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. കണ്ടോ, ഇതിൽ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഞാൻ തന്ന കൂട്ട് 4 സെൻറ്റൻസ് അല്ല, ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൽ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസിലും പറഞ്ഞ എല്ലാ റിലേഷൻഷിപ്പും അവിടെ നമ്മൾ പറയുന്നുണ്ട്. ലീഗൽ അപ്രോച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്.
എന്താണ്? ലീഗൽ അപ്രോച്ച് സ്റ്റാൻഡ്സ് ഫോർ ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്സ് ഇൻ ടേംസ് ഓഫ് ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ ലീഗൽ അപ്രോച്ച് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്താൽ എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിസിഷൻസ് ഓഫ് സുപ്രീം കോർട്ട്, പിന്നെ എന്താണ്? പ്രൊസീജിയർ ആൻഡ് ഫോർമേഷൻ ഓഫ് 2 ഹൗസസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 ഹൗസിൻ്റെ പ്രൊസീജിയറും ഫോർമേഷനും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോക്സഭയുടെയും രാജ്യസഭയുടെയും. പ്ലസ് പ്രൊസീജിയർ ആൻഡ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, election, appointment, powers and position of the president, prime minister, governor, chief minister, central and state cabinet, role and power of the Supreme Court of India and High Court. പിന്നെ എന്താണ്? വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലീഗൽ അപ്രോച്ച് വെച്ച് പഠിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വരുമെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തൊക്കെ വരും? ലോക്സഭ വരും, രാജ്യസഭയുടെ ലീഗൽ പൊസിഷൻ, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അല്ല, അവരുടെ ലീഗൽ ഇമ്പോർട്ടൻസ്, സുപ്രീം കോർട്ടിൻ്റെ പൊസിഷൻ, പിന്നെന്താണ്? അപ്പോയിൻമെൻറ്റ്, പ്രൊസീജിയർ ഓഫ് എലക്ഷൻ, പൊസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റിൻ്റെ, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, ചീഫ് മിനിസ്റ്റർ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാബിനറ്റ്, ഗവർണറുടെയും പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെയും പ്രൈം മിനിസ്റ്റർ, ഗവർണർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുകളിലുള്ളത്, ഗവർണർ ഓഫ് സ്റ്റേറ്റ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, ഇവരുടെ എല്ലാം പൊസിഷനും പവറും എല്ലാം എവിടെയാണ് വരുന്നത്? ലീഗൽ അപ്രോച്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതെല്ലാം ലീഗൽ അപ്രോച്ച് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലേക്ക് വരുമ്പോഴേക്ക് അപ്പം ഇതിലെ കാര്യങ്ങളും കൂടെ നിങ്ങൾ വായിച്ചിട്ട് വേണം അധികമായിട്ടുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലേക്ക് വരുമ്പോഴേക്കും സംവാട്ട് സിമിലറാണ്. പാർലമെൻറ്റും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എല്ലാം പഠിക്കും. പ്ലസ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഫാമിലി, ഹൗ ദേ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ് ഓർ ഗവൺമെൻറ്. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ അവരുടെ പവേഴ്സ് മാത്രമല്ല, എന്താണ്? ഹൗസ്, പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ അവരെങ്ങനെ നിലനിൽക്കുന്നു, അതിൻ്റെ പാർട്ടിയുടെ റൂളിങ് എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ ഒന്നും കൂടെ ഡീൽ ചെയ്യുന്നുണ്ട്. മറ്റേത് നമ്മൾ പഠിച്ചപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി പഠിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും. ഞാൻ ഗവൺമെൻറ് ക്ലാസിഫിക്കേഷൻ പഠിക്കുമെന്ന് അവിടെ പറഞ്ഞു. എത്ര തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്? മൊണാർക്കി ഉണ്ട്, ടിരനി, അരിസ്റ്റോക്രസി, ഒലിഗാർക്കി, പോളിറ്റി, ഡെമോക്രസി. അത് അരിസ്റ്റോട്ടിൽ കൊടുത്ത ക്ലാസിഫിക്കേഷനാണ്. അത് നമുക്ക് വേണമെങ്കിൽ പഠിക്കണമെന്നില്ല. ഡെമോക്രസി ഉണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഒന്ന് ഡെമോക്രസി പറയാം, ഒന്ന് ഡിക്റ്റേറ്റർഷിപ്പ് റൂളിംഗ് ഉണ്ട്, പാർലമെൻറ്റ് ഉണ്ട്, പ്രസിഡൻഷ്യൽ ഗവൺമെൻറ് ഉണ്ട്, യൂണിറ്ററി ഗവൺമെൻറ് ഉണ്ട്, ഫെഡറൽ ഗവൺമെൻറ് ഉണ്ട്. ഇനി എക്സിക്യൂട്ടീവിന് പല ടൈപ്സ് ഉണ്ട്, പല ഫങ്ഷൻസ് ഉണ്ട്. ജുഡീഷ്യറിയുടെ കമ്പോസിഷൻ ഓരോ രാജ്യത്തും ഡിഫറൻസ് ആണ്. ഇതെല്ലാം ഇലാബറേറ്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റഡിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലെജിസ്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഗവൺമെൻറ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പാർലമെൻ്ററി ഗവൺമെൻറ്, പ്രസിഡൻഷ്യൽ, യൂണിറ്ററി, ഫെഡറൽ. എക്സിക്യൂട്ടീവിനും ഇതുപോലെ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ടിറ്റുലാർ, റിയൽ എക്സിക്യൂട്ടീവ്, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ അത് പഠിക്കുന്നുണ്ട്. കോമ്പോസിഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ പഠിക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൻ്റെ ക്രിറ്റിസിസം ഉണ്ട്, അതും വായിക്കണം. ഇങ്ങനെ ഇതെല്ലാം വായിച്ച് ഇതിന് കൂടുതൽ നോട്ട്സ് എടുത്ത് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഓരോന്നും കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ കേട്ട് കൺഫ്യൂഷൻ ആക്കേണ്ട, ഓർക്കുക ഫിലോസഫിക്കൽ ഓൾഡസ്റ്റ് അപ്രോച്ചാണ്. മോഡേൺ തിങ്കറായിട്ട് ലിയോ സ്ട്രോസ് മാത്രമേ ഉള്ളൂ.
ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് പൊളിറ്റിക്സും ഹിസ്റ്ററിയായിട്ടുള്ള റിലേഷൻ പോലെയാണ്. ദ ഐഡിയോളജി ഓഫ് എവറി പൊളിറ്റിക്കൽ തിങ്കർ ഈസ് ഷേപ്ഡ് ബൈ ദാറ്റ് പാർട്ടിക്കുലർ എൻവയോൺമെൻറ്റ്. ലീഗൽ അപ്രോച്ചിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയെ പറ്റി പഠിക്കുന്നുണ്ട്. ലീഗൽ ബേസ്ഡ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലീഗൽ അപ്രോച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ പവേഴ്സ് ആൻഡ് പൊസിഷൻസ് ഓഫ് 2 houses of Indian Parliament, appointment, election and appointment, powers and functions of President of India, Prime Minister of India, State Governor, ചീഫ് മിനിസ്റ്റേഴ്സ്, സെൻട്രൽ ക്യാബിനറ്റ്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP ഒക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വരുമ്പോൾ ദ ക്ലാസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ്, ഓരോ ഗവൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ പഠിക്കും. എന്ന് പറയുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയും ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡെമോക്രസിയും ഡിക്റ്റർഷിപ്പും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കും. പാർലമെൻറ്റ് സിസ്റ്റം, പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത് അല്ലേ. എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ, അതിനെയാണ് പാർലമെൻ്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പാർലമെൻ്ററി സിസ്റ്റം, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. യൂണിറ്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒൺലി വൺ സെറ്റ് ഓഫ് ഗവൺമെൻറ്, ഒരൊറ്റ ഗവൺമെൻറ്റേ കാണത്തുള്ളൂ സ്റ്റേറ്റിനും സെൻട്രൽ ലെവലിനും, അതാണ് യൂണിറ്ററി ഗവൺമെൻറ്. ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എന്താണ്, വി ഹാവ് 2 sets ഓഫ് ഗവൺമെൻറ്. വൺ ഈസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആൻഡ് വൺ ഈസ് അറ്റ് ദ സെൻട്രൽ ലെവൽ. ഇതൊക്കെ അന്ന് ആദ്യത്തെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ അന്ന് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോന്നും പഠിക്കേണ്ടത്. ഇത്രയൊക്കെ വായിക്കുക. വായിച്ചതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ആദ്യം വായിക്കുക, എന്നിട്ട് നല്ലപോലെ ഈ ടെസ്റ്റും വായിച്ച് നോക്കുക. ഓക്കെ.